നമസ്കാരം, ഞാൻ ലേഹ റെക്യൂക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു ചെമ്മീനും ചീരയും വെച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ: 1 കിലോ ചീര എടുത്ത് നമ്മൾ കുനുകുനായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 150 ഗ്രാം ചെമ്മീൻ എടുത്ത് ഉപ്പും പുളിയിട്ട് വറ്റിച്ച് വെച്ചേക്കണം. 1/2 സ്പൂണോളം കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഉപ്പ്, ഒരു മീഡിയം സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 4-5 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂണും പെരിഞ്ജീരകം, 3-4 വറ്റൽമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണോളം ഇടിച്ചമുളക്, ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, ഒരു 100 എണ്ണ. തേങ്ങ നമുക്ക് തിരുമ്മി വെക്കാം. അതിന് ഞാൻ കുരുമുളക് പൊടി 1/4 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ഇടിച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ജീരകം, പച്ചമുളക്, ഇത്ര സാധനം ഇട്ട് നമുക്കിതൊന്ന് തിരുമ്മി കൈകൊണ്ട് നല്ലോണം തിരുമ്മി വെക്കാം. സ്റ്റവ് കത്തിച്ച് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സവാള ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഉപ്പിട്ടിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. ഈ രീതിയിൽ വേണം ഒന്ന് വഴന്ന് കിട്ടാൻ. നമുക്ക് അരിഞ്ഞു വെച്ചേക്കണം ചീര ഇട്ട് കൊടുക്കാം. ചീര അരിഞ്ഞ് വെക്കുമ്പോൾ ഒരു തുള്ളി ജലാംശം ഉണ്ടാകരുത്. അതൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചുകൊണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഒതുക്കി വെച്ച കൈകൊണ്ട് തിരുമ്മി വെച്ച ചീര ഇട്ട് കൊടുക്കാം. ചീര ഇട്ടതിന് ശേഷം നമുക്ക് ഈ പീരയുടെ പുറത്തോട്ട് ഈ ചീരയില ഒന്ന് നല്ലോണം ഒന്ന് പൊത്തി വെച്ച് ചതച്ച് വെച്ച പീര ഇട്ടതിന് ശേഷം നമ്മൾ ചീരയില ഇട്ട് ഒന്ന് പൊതിഞ്ഞ് ഒരു ആവി ഒന്ന് കയറട്ടെ. ഒരു 2 മിനിറ്റോളം നമുക്കൊന്നത് ആവി കയറുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല 2 മിനിറ്റോളം ഒന്ന് ആവി കയറിയിട്ട് നമുക്കിതൊന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്തോട്ട് ലാസ്റ്റ് നമ്മൾ ഈ ചെമ്മീൻ ഉപ്പും പുളിയും ഇട്ട് പറ്റിച്ച് വെച്ചേക്കണ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. രണ്ടാമത് നല്ലോണം ഒന്ന് ഇളക്കി ആയിരിക്കണം. നമുക്ക് ഇതിപ്പോൾ 2-3 മിനിറ്റ് ആയിരിക്കണം. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. സ്റ്റവ് ഞാൻ ഓഫാക്കി നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. വളരെ രുചികരവുമായിട്ടുള്ള ചീരയും ചെമ്മീനും തോരനും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്ക് ഒരു 10 പേർക്ക് നമുക്കിത് സെർവ് ചെയ്യാം. വളരെ എളുപ്പവും വളരെ രുചികരവുമായിട്ടുള്ള ഈ വ്യത്യസ്തമായിട്ടുള്ള ഈ തോരൻ നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.